സൂപ്പർ ക്യാച്ചിലൂടെ ക്രിക്കറ്റ് ലോകത്തെ മിന്നുന്ന താരമായിരിക്കുകയാണ് കേരള വനിതാ ക്രിക്കറ്റ് ടീം അംഗമായ അലീന സുരേന്ദ്രൻ. തലശ്ശേരിയിൽ നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക വനിതാ ക്രിക്കറ്റ് ലീഗിൽ അലീനയുടെ ക്യാച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത്. അവിശ്വസനീയമായ ഒരു പറക്കും ക്യാച്ച്. ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ സജീവ ചർച്ചയാണ് ആ മിന്നുന്ന പ്രകടനം. പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്ത ആ ക്യാച്ചിന്റെ വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ വൈറലായി. കേരള വനിതാ ക്രിക്കറ്റിലെ അഭിമാന താരമായ അലീന സുരേന്ദ്രനാണ് സൂപ്പർ ക്യാച്ചിലൂടെ വൈറലായത്. 3 ഓവറിൽ 3 റൺ മതി അവർക്ക് ജയിക്കാൻ. അപ്പോൾ നമ്മുടെ ലൂർദ് മണി നല്ല രീതിക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മൊത്തം ഡോട്ട് ബോൾസ് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആ ക്യാച്ച് വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇതെന്തായാലും ഈ ക്യാച്ച് എടുക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ പോയത്. അതുപോലെ തന്നെ എനിക്ക് എടുക്കാനും പറ്റി. ഭയങ്കര, പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ക്യാച്ച് ഇത്രയും വൈറലാകുമെന്ന് തോന്നുന്നു. ആ ഒരു സിറ്റുവേഷനിൽ എനിക്കത് എടുക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്മൃതി മന്ദാനയായിരുന്നു. സ്മൃതി മന്ദാന, ജമീമ എലിസ്ബറി. അപ്പോൾ സ്മൃതി അതിൽ കമൻറ്റ് ചെയ്തു, പിന്നെ ജമീമ അതിൽ സ്റ്റോറി ഇടുകയും എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഏതൊരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ മനസ്സിലും ഇന്ത്യ കളിക്കുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്, എനിക്ക് ഇന്ത്യ കളിക്കാൻ തന്നെയാണ്. കാരണം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആകാനുണ്ട്, ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിനാണെങ്കിലും. ഇപ്പോൾ IPL കളിക്കുകയാണെങ്കിൽ കുറച്ച് IPL ഒക്കെ കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും ഇപ്പോൾ കുറേ ഇതുപോലെ തന്നെ നോട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും, കുറച്ച് ഇൻ്റലിജൻറ്റ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ. തലശ്ശേരി കൊണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക അഖില കേരള വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലാണ് ആ ക്യാച്ച് പിറന്നത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലവും അടയാളപ്പെടുത്തുന്ന അത്യുഗ്രൻ പ്രകടനം. കേരള വനിതാ ക്രിക്കറ്റ് ടീമിലെ ഓൾറൗണ്ടറായ അലീന സുരേന്ദ്രൻ ഇടുക്കി അടിമാലി സ്വദേശിയാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.